ആദ്യം ഒരു സിനിമ എടുക്കാൻ പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട് തമ്മിലാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് സിനിമ റിലീസ് ചെയ്യാവുന്ന ഒരു വലിയൊരു യാത്രയുണ്ട്. പലപ്പോഴും യാത്ര പകുതി വെച്ചിട്ടുണ്ടെങ്കിൽ യാത്രയിൽ തടസ്സങ്ങളുണ്ടാവാം. ഒരു അങ്ങനെ പൂർത്തീകരിക്കുന്ന യാത്രകളുണ്ട്. അങ്ങനെ പൂർത്തീകരിക്കുന്ന ഒരു യാത്ര ആ സിനിമയുടെ ഒപ്പം യാത്ര ചെയ്ത ഒരാളെന്ന നിലയ്ക്ക് വളരെ സന്തോഷം തരുന്നൊരു നിമിഷമാണ്. എല്ലാ സിനിമകളും അവസാനിച്ച് റിലീസായിട്ടാവുമ്പോൾ അതിൽ പങ്കെടുത്ത ഒരാളെന്ന നിലയ്ക്ക് സന്തോഷമുണ്ടാകും. അതുപോലത്തെ ഒരു സന്തോഷമാണ്. ജൂനിയേഴ്സ് സംവിധായകൻ പറഞ്ഞല്ലോ, അതിലെ നായകനുണ്ടാകുന്ന ഒരുപാട് പ്രതിസന്ധികളുണ്ട്. ജീവിത ലക്ഷ്യത്തിലേക്ക് എത്തുന്ന ആ പ്രതിസന്ധികളിൽ മെയിൻ ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരാളായിട്ടാണ് ഞാനിതിൽ അഭിനയിക്കുന്നത്. കുറച്ച് തമാശ ഉണ്ടെങ്കിലും ഒരുപാട് വില്ലനിസൊക്കെ ഉള്ള ഒരു കഥാപാത്രമാണ് എൻ്റെ കഥാപാത്രം. വളരെ ആസ്വദിച്ച് ചെയ്തൊരു സിനിമയാണ്. എന്തായാലും ചെറിയ സിനിമകൾക്കാണെങ്കിലും ഇപ്പോൾ സിനിമയുടെ ഒരു വലിയൊരു പോസിറ്റീവ് സൈഡിൽ നിന്ന് ഇന്നത്തെ സിനിമ സ്റ്റാറുകളോ അല്ലെങ്കിൽ അഭിനേതാക്കളോ ഉപരിയായിട്ട് അതിൻ്റെ ഒരു കണ്ടന്റ് വൈസ് ഒരുപാട് സ്വീകാര്യത കിട്ടുന്നൊരു സമയമാണിത്. അപ്പോൾ അത്തരത്തിൽ ഒരു കണ്ടന്റിലുള്ള സിനിമയാണ്. ആദ്യത്തെ ഒരു പുഷ്പത്തിന് എന്തായാലും മാധ്യമങ്ങളുടെ സഹായം വളരെയധികം സഹായിക്കും. അത്തരത്തിൽ ഒരു സഹകരണമാണ് നിർമ്മാതാക്കളും നമ്മൾ പങ്കെടുത്തവരൊക്കെ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നതും ആവശ്യപ്പെടുന്നതും. അപ്പോൾ അത്തരം കാര്യങ്ങൾ നിങ്ങൾ മാക്സിമം ചെയ്യാം. സിനിമയ്ക്ക് ഞാൻ എല്ലാ ആശംസകളും നേരുന്നു. ഇതുപോലെ അടുത്തൊരു മീറ്റിംഗിൽ ഈ സിനിമയുടെ ഒരു വിജയം ആഘോഷിക്കാൻ നമുക്ക് ഒന്നിച്ചുകൂടാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സുനേട്ടാ. ഇനി നമുക്ക് ഏറ്റവും ഈ സിനിമയെക്കുറിച്ച് ഏറ്റവും അധികം ആധികാരികമായ ഒരു സ്വപ്നം കണ്ട് നടക്കുന്ന നമ്മുടെ നായകൻ മലയാള സിനിമയിലേക്ക് ഒരു പുതിയ നായകൻ കൂടി വരികയാണ് ശരത്ത്. ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ശരത്ത്. ഇതിൻ്റെ ഒരു എക്സ്പെക്ടേഷൻ എത്രത്തോളം ഉണ്ട്? പറഞ്ഞ പോലെ എൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റ് ആണ്. എൻ്റെ മാത്രമല്ല, ഒരു 100-something ക്രൂവിൻ്റെ ഒരു 30-35 എല്ലാവരും ഒരുമിച്ചൊരു കുടുംബം പോലെ ഉണ്ടാക്കിയ ഒരു എൻജോയ് ചെയ്തുണ്ടാക്കിയ ഒരു മൂവിയാണ് ജൂനിയേഴ്സ് ജേർണി. ഇതെൻ്റെ ആദ്യത്തെ മൂവിയാണ്. അല്ലേ, നായിക സ്വപ്നം എത്രത്തോളം ഈ സിനിമയിൽ ക്യാരക്ടർ ബേസ് ആയിട്ടുള്ള എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? നായിക സ്വപ്നം ഒന്നുമല്ല ഈ സിനിമയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. നല്ലൊരു കഥയുള്ള സിനിമയാണ്. ഇതിൽ ഒരുപാട് നല്ല നല്ല ക്യാരക്ടേഴ്സ് ഉണ്ട്. ആ കൂട്ടത്തിൽ ഒരാളാണ്. ഒരുപാട് ജൂനിയേഴ്സ് ജേർണി എന്നുള്ള പേര് പോലെ തന്നെ ഒരുപാട് ആ ഒരു ഏജിലുള്ള ഈ ഒരു പിയർ ഗ്രൂപ്പിലുള്ള ഒരാൾക്കാരെയാണ്, ഒരു കൂട്ടം ആൾക്കാരെയാണ് നമ്മൾ മേജർ ടൈമും സിനിമയിൽ കാണാൻ പോകുന്നത്. പക്ഷേ അതിനോടൊപ്പം തന്നെ ഒരുപാട് പ്രാധാന്യമുള്ള പല ക്യാരക്ടേഴ്സും നമ്മളൊക്കെ ലെജൻഡറി ആയിട്ട് കാണുന്ന സാറിനെ പോലെയൊക്കെയുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് ഇതിൽ വേറെയുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ പെർഫോമൻസ് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും പോലെ ഞാനും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ ഈ സിനിമയുടെ കാര്യത്തിൽ പ്രേക്ഷകരുടെ കൂടെയാണ്. കാരണം നമ്മൾ ചെയ്യാന്നുള്ളതായിരുന്നു നമ്മുടെ ജോലി. അപ്പം അത് അഭിനയിച്ച് കഴിഞ്ഞു. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഷൂട്ടിംഗ് കാര്യങ്ങളൊന്നും അതിൻ്റെ എക്സ്പീരിയൻസ് പറയാൻ വലിയ ഓർമ്മയില്ലത്. കുറച്ച് നാളായി നമ്മൾ ഷൂട്ട് ചെയ്തിട്ട്. ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ സുനിലേട്ടൻ ഏതോ കോമഡി ഷോ കണ്ടിട്ടാണ് തോന്നുന്നു അങ്ങനെ എന്നെ ഇതിലേക്ക് വിളിച്ചത്. അഭിനയിക്കാൻ വന്നപ്പോഴാണെങ്കിലും ആൻസർ മാഷ് ഭയങ്കരമായിട്ട് നമ്മളെ കംഫർട്ടബിൾ ആക്കും. കാരണം നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു അഭിനയിക്കുമ്പോൾ ഞാൻ ചെന്ന് ചോദിക്കും ഒന്നും കൂടെ ചെയ്യണ്ടേ, നമുക്ക് നല്ല കറക്റ്റായിട്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ചെയ്തത് എങ്ങനെ ശരിയാണോ അല്ലെങ്കിൽ ഇനി എത്രത്തോളം വേണം എന്നൊക്കെ ഉള്ളത് ആൻസർ മാഷ് നല്ല കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരും. അപ്പം ഈ ഒരു സിനിമയിൽ ആരൊക്കെ ഇപ്പം ഞങ്ങളെപ്പോലുള്ള ആളുകളൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് നമ്മുടെ ആൻസർ മാഷിനാണ്. പിന്നെ അതുപോലെ തന്നെ സുനിലേട്ടൻ ശരിക്കും പറഞ്ഞ ഒരു പ്രൊഡ്യൂസർ അങ്ങനെയുള്ള ഒരു ജാടയില്ലാതെ നമ്മളെപ്പോലത്തെ ഒരാളായിട്ട് നിന്ന് അങ്ങനെ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഈ സിനിമ ചെയ്യാനായിട്ട് നമുക്ക് ഒട്ടും ഒരു സ്ട്രെയിൻ ഉണ്ടായിരുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരുപാട് സിനിമകളൊന്നും ചെയ്തിട്ടില്ല. അപ്പം ഞാൻ ആ സെറ്റിൽ ചെല്ലുമ്പോൾ ഞാൻ ഇവിടെ ഒരു ചാനലിൽ ഒരു കോമ്പറ്റീഷനിൽ ഒരുപാട് പരിചയമുള്ള ആളുകളുടെ ഇടയിലേക്ക് ചെല്ലുന്ന പോലെ തന്നെയായിരുന്നു ആദ്യത്തെ ദിവസം. കാരണം അത്രയും നമുക്ക് ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു കുറച്ച് ദിവസങ്ങളായിരുന്നു. അപ്പം എന്തായാലും എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ഇപ്പോൾ സുനിലേട്ടൻ, വിജയരാഘവൻ, ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ കൂടെ ഞങ്ങൾക്കും വർക്ക് ചെയ്യാൻ പറ്റിയതും ഒരു ഭാഗ്യമായിട്ട് കരുതുന്നത്. മലയാളിയല്ല, തമിഴാണ്. പകുതി മലയാളം തമിഴ് മിക്സ് ചെയ്തിട്ട് പറയുന്നതാണ്.
പിന്നെ ഇതിലേക്ക് വരുന്നത് സുനിലേട്ടനെ വിളിച്ചിട്ട് ആണ് ഇതിൽ അഭിനയിക്കാൻ വരുന്നത്. ഒരു എല്ലാവരും പറഞ്ഞ പോലെ ഒരു ഫാമിലി തന്നെയായിരുന്നു ഈ സിനിമയിൽ. ഞാൻ 14 ദിവസം 15 ദിവസം ഷൂട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വളരെ എൻജോയ് ചെയ്ത്, പിന്നെ എനിക്കാണ് ഈ പടത്തിൽ ഏറ്റവും കൂടുതൽ മാസ സീൻസ് ഉള്ളത്. ഹീറോയിനേക്കാളും മാസ സീൻസ് എനിക്കാണ്. അത്രയ്ക്കുള്ളൊരു ബിൽഡപ്പുള്ളൊരു ക്യാരക്ടറാണ് കാർത്തിക് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ടീം വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്.